സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി ചർച്ച നടത്തുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം ഇന്ന് 57ാം ദിവസത്തിലാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് സലീം മാലിക്കാണ്. സലീം, ഗുഡ് ഈവനിങ്. ഇത്രയും ദിവസം നീണ്ട ചർച്ച, അതിൽ യാതൊരു സമരം, പല ചർച്ചകൾ, അതിലൊന്നും പരിഹാരമായില്ല. ഈ തൊഴിൽ മന്ത്രിയുമായുള്ള ചർച്ചയിൽ എന്താണ് പ്രതീക്ഷ? ക്രിസ്റ്റീന, 57 ദിവസം നീളുന്ന ഈ സമരത്തിൽ അതിലേറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ച ഇന്ന് തന്നെ തൊഴിൽ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 3 തവണ ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ഈ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ച 3 തവണയും പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ സമരക്കാർ വലിയ പ്രതീക്ഷയോടെയാണ് തൊഴിൽ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നത്. ഇന്നലെ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തന്നെ സമരക്കാർ ബന്ധപ്പെട്ടിട്ടേ ഇല്ല, ഒരു ഫോൺ കോൾ കൊണ്ടെങ്കിലും ബന്ധപ്പെട്ടിരുന്നെങ്കിൽ താൻ ആ വിഷയത്തിൽ ഇടപെടാമായിരുന്നു, ബന്ധപ്പെടാതെ എങ്ങനെ ഇടപെടാനാണ് എന്നായിരുന്നു പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെയാണ് സമരക്കാർ തന്നെ മന്ത്രിക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയെ വിളിച്ചത്. ഫോണിൽ തന്നെ വിളിക്കുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ മന്ത്രി സമയവും അനുവദിച്ചു. ഇന്ന് ഇപ്പോൾ അല്പസമയം മുൻപ് ആ കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിക്കൊപ്പം ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നത് ആശാസമര നേതാക്കളായ വി കെ സദാനന്ദനും എം എ ബിന്ദുവുമാണ്. ഈ ഇരുവരും ഇവരുടേതായ ഒരു നിവേദനം തയ്യാറാക്കിയിട്ടുണ്ട്. ആ നിവേദനം മന്ത്രിക്ക് നൽകും. അതിനുശേഷം ആ വിഷയത്തിൽ നടപടി സ്വീകരിക്കണം എന്നും ആവശ്യപ്പെടും. ഏതെങ്കിലും നിലയിലുള്ള ഒരു പ്രശ്നപരിഹാരത്തിന്റെ ഫോർമുല ഉൾപ്പെടെ ചർച്ചയോ മറ്റോ ഇന്നുണ്ടാവില്ല. പക്ഷേ ഈ നിവേദനം പരിശോധിച്ചതിന് ശേഷം പോസിറ്റീവായ ഒരു മറുപടി തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യമന്ത്രിയിൽ നിന്നുള്ള മോശം അനുഭവം തൊഴിൽ മന്ത്രിയിൽ നിന്നുണ്ടാവില്ല എന്ന് സമരക്കാർ തന്നെ പറയുകയും ചെയ്യുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ കൂടിക്കാഴ്ച അവസാനിക്കും. കൂടിക്കാഴ്ച അവസാനിച്ചതിന് ശേഷം ഔദ്യോഗികമായി ഏതെങ്കിലും നിലയിലുള്ള ചർച്ചയ്ക്കുള്ള സാഹചര്യം ഒരുങ്ങുമോ എന്നുകൂടി നോക്കിക്കാണേണ്ടതാണ്. കാരണം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിയെയും തൊഴിൽ മന്ത്രിയും ഒപ്പം മുഖ്യമന്ത്രിയും ഒക്കെ ഒന്നിച്ചിരുത്തിയ ഒരു ചർച്ച എന്നുള്ളത് പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തുന്ന ഒരു ആവശ്യമാണ്. ആ ആവശ്യത്തിന് എത്ര കണ്ട് തൊഴിൽ മന്ത്രി അംഗീകരിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും നമുക്ക് ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമേ പറയാൻ കഴിയൂ. നിലവിൽ 57 ദിവസമായി ഈ സമരം തുടരുകയും 19 ദിവസമായി നിരാഹാര സമരം തുടരുകയും ചെയ്യുന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ട്. അതിനിടയിലാണ് ഈ പല ആവശ്യങ്ങൾ, ഈ സമരം തുടങ്ങുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പല ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ആവശ്യങ്ങളിൽ ചില ആവശ്യങ്ങളൊക്കെ ഇടയ്ക്ക് ഈ സമരത്തിനിടയ്ക്ക് അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സമരത്തിനിടയ്ക്ക് തന്നെ സർക്കാർ നൽകി തീർത്തു. പക്ഷേ ഓണറേറിയ വർധനയും ഒപ്പം വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നുള്ള 2 ആവശ്യങ്ങളാണ് സമരക്കാർ ഇപ്പോഴും ഉയർത്തുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ കഴിഞ്ഞ ചർച്ചയിൽ ഉൾപ്പെടെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാം. ആ കമ്മിറ്റി കാര്യങ്ങൾ പഠിച്ചവതരിപ്പിച്ചതിന് ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം എന്നുള്ളതായിരുന്നു. ഒരു 3 മാസം കമ്മിറ്റി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അതിനുശേഷം ഓണറേറിയ വർധന ഉൾപ്പെടെ ആലോചിക്കാം എന്നുള്ളതായിരുന്നു ആരോഗ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശം. പക്ഷേ ഏതെങ്കിലും നിലയിൽ ഒരു കമ്മിറ്റി പഠിച്ചിട്ടല്ല നിലവിൽ 1000-ൽ നിന്ന് 7000-ലേക്ക് തുക ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ ഓണറേറിയ വർധനയ്ക്ക് ഒരു കമ്മിറ്റിയുടെയും പഠനത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സമരക്കാർ പറയുന്നത്. അതുകൊണ്ട് ആദ്യം ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതിനുശേഷം കമ്മിറ്റി മറ്റു പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി നിയോഗിച്ചോട്ടെ എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷവും അതിൽ വഴങ്ങാത്തതിന് പിന്നാലെ 7000 എന്നുള്ളത് ഒരു 3000 രൂപയെങ്കിലും കൂട്ടി 10000 രൂപ ആക്കിയതിനു ശേഷം കമ്മിറ്റി പഠിക്കൂ, അതല്ലാതെ 50 ദിവസത്തിലധികമായി സമരം ചെയ്യുന്നവരെ പരിഹസിക്കരുത് എന്നും സമരക്കാർ പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ കമ്മിറ്റി രൂപീകരിച്ച് ഉത്തരവിറങ്ങും എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞെങ്കിലും ഇതുവരെയും ആ ഉത്തരവിറങ്ങിയിട്ടില്ല. നിലവിൽ ഓണറേറിയ വർധനയും വിരമിക്കൽ ആനുകൂല്യവും പ്രഖ്യാപിക്കുകയും അല്ലാതെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്നൊരു നിലപാട് ഇപ്പോഴും സമരക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനിടെ കൂടുതൽ നേതാക്കളുടെ പിന്തുണ സമരത്തിന് ഉണ്ടാകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും INTUC നേതാവ്, INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ ഈ സമരത്തിനെതിരെ രംഗത്തെത്തുകയും സമരക്കാർക്ക് പിടിവാശിയാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ KPCC R ചന്ദ്രശേഖരനെ താക്കീത് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പാർട്ടി വിരുദ്ധ നിലപാട് സ്വീകരിക്കരുത് എന്ന താക്കീതിന് പിന്നാലെ R ചന്ദ്രശേഖരൻ നിലപാട് തിരുത്തി സമരക്കാർക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇന്നും സമരപ്പന്തലിലെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. K മുരളീധരനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ സമരപ്പന്തലിലെത്തുകയും R ചന്ദ്രശേഖരൻ സ്വീകരിച്ച നിലപാടിനെ തള്ളുകയും ചെയ്തു. INTUC സർക്കാർ വിലാസം സംഘടനയായി മാറരുത് എന്നുള്ളൊരു രൂക്ഷ വിമർശനമായിരുന്നു K മുരളീധരൻ ഉയർത്തിയത്. KPCC അധ്യക്ഷൻ ഔദ്യോഗികമായി R ചന്ദ്രശേഖരനെ താക്കീത് കൂടി ചെയ്തൊരു സാഹചര്യമുണ്ട്. അതായത് ഈ സമരത്തിന് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയുടെ പിന്തുണ ഇല്ലാഞ്ഞിട്ട് പോലും കോൺഗ്രസ് ശക്തമായ സമരത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട്. അത് ആ സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ നിർണായകമായൊരു കൂടിക്കാഴ്ച ഇപ്പോൾ മന്ത്രിയുടെ ചേംബറിൽ വെച്ച് നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ കൂടിക്കാഴ്ച അവസാനിക്കും. അതിന് പിന്നാലെ ഏതെങ്കിലും നിലയിലുള്ള ശുഭസൂചന ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രിസ്റ്റീന.